പറഞ്ഞോളൂ ദീപക്. സാനിയ മനോമി, എന്താണ് നമുക്ക് ഇനി പറയാനുള്ളത്? എനിക്ക് തോന്നുന്നു ഇനി ആ ഭാഗത്തേക്കുള്ള രക്ഷാപ്രവർത്തനം അല്പസമയത്തിനുള്ളിൽ അവസാനിക്കും. ഇപ്പോൾ മഴ പെയ്യുന്നുണ്ടോ അവിടെ? ഇവിടെ ഇപ്പോൾ ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്, പക്ഷേ മുകളിൽ മഴ പെയ്യുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് നദി കുത്തി ഒഴുകുന്ന ഒരു കാഴ്ചയാണുള്ളത്. ഇപ്പോൾ അവസാന ബാച്ച് മൃതദേഹങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരു 2-3 മൃതദേഹങ്ങൾ കൂടി ബാക്കിയുണ്ട് എന്നാണ് NDRFിൻ്റെ അംഗങ്ങൾ അറിയിക്കുന്നത്. അതുകൂടി എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ ദൗത്യം പൂർണ്ണമാകും. ശേഷം NDRF സംഘാംഗങ്ങളും ഫയർഫോഴ്സ് മേധാവികളും അടക്കമുള്ള ആളുകളെല്ലാം അവിടെ നിന്ന് തിരിക്കും. ഇപ്പോൾ നിലവിലുള്ളത് 2-3 ബോഡികൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ ദൂരെ നിന്ന് ആളുകൾ രക്ഷാപ്രവർത്തനം കഴിഞ്ഞ് വരുന്ന ദൃശ്യങ്ങളൊക്കെ ഞാനിവിടെ കാണുന്നുണ്ട്. പക്ഷേ നമുക്കത് ക്യാമറയിൽ എത്തിക്കാൻ കഴിയില്ല. കാരണം അവിടെയൊക്കെ ഇരുട്ട് നിറഞ്ഞൊരു പ്രദേശമാണ്. കൂടുതൽ രക്ഷാപ്രവർത്തനം നടത്തിയതിന് ശേഷം കൂടുതൽ ആളുകൾ, സിവിൽ വളണ്ടിയർമാരടക്കം കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവരെല്ലാം ഇപ്പോൾ പുഴയ്ക്ക് അക്കരെ തന്നെയാണുള്ളത്. ഇനി ഈ രക്ഷാപ്രവർത്തനം നടത്തിയ എല്ലാവരെയും ഇക്കരെ എത്തിച്ച് അതിനുശേഷം പൂർണ്ണമായും രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 2-3 ബോഡി കൂടി ഇനിയും എത്താനുണ്ട്. അത് അവസാന ബാച്ച് ബോഡികളായിരിക്കും. ബാക്കി എല്ലാവരെയും നമ്മൾ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. അതായത് ബാക്കി എല്ലാവരെയും, കുടുങ്ങിക്കിടന്ന എല്ലാവരെയും സൈന്യം താൽക്കാലിക പാലം നിർമ്മിച്ച് ഇക്കരയ്ക്ക് എത്തിച്ചിരിക്കുന്നു. മരിച്ച ആളുകളുടെ മുഴുവൻ മൃതദേഹവും ഇക്കരയ്ക്ക് എത്തിച്ച് അതിവിടെ സജ്ജമാക്കിയിരിക്കുന്ന ആംബുലൻസുകളിൽ കയറ്റി വിവിധ ആശുപത്രികളിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നു. സിസ്റ്റം വളരെ കൃത്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു മൃതദേഹം വരുന്നുണ്ട്, നമ്മൾ ഇവിടെ നിന്ന് മാറിക്കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാവും. കാരണം നമ്മൾ നിൽക്കുന്ന ഭാഗത്തു കൂടിയാണ് ആ മൃതദേഹം കൊണ്ടുവരുന്നത്. ഏതായാലും ഇപ്പോൾ അവസാന ബാച്ച് മൃതദേഹങ്ങൾ കൂടി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. പോലീസും ഫയർഫോഴ്സും NDRFും സൈന്യവും ഒരേപോലെ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ട് എല്ലാ ആളുകളെയും ഇവിടെ നിന്ന് ഒഴിപ്പിക്കാനും അതുപോലെ മൃതദേഹങ്ങളെല്ലാം മാറ്റാനും കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഈ രാത്രി നമുക്ക് കിട്ടുന്ന ഏറ്റവും സമാധാനകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത്. ഏതായാലും കൂടുതൽ ആളുകളെ ഇങ്ങോട്ടേക്ക് എത്തിക്കുകയാണ്. ബോഡിയല്ല, ഒരു ചെറിയ കുഞ്ഞിൻ്റെ ശരീരമാണ് അതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. വലിയ ഗുരുതരമായ പരിക്കുകൾ ആ കുഞ്ഞിന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ കാണുന്നവരൊക്കെ വല്ലാത്ത അവസ്ഥയിലാണുള്ളത്. ഏതായാലും ചെറിയ കുഞ്ഞിൻ്റെ മൃതദേഹമാണ് വന്നത്. ഇത്തരത്തിൽ അവസാന ബാച്ച് ബോഡികൾ കൂടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതുകൂടി കഴിഞ്ഞാൽ NDRF സംഘത്തിനും സൈന്യത്തിനും അവിടെ നിന്ന് മടങ്ങാനുള്ള സാഹചര്യമാകും. അതുകൂടി കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനം പൂർണ്ണമായും ഇന്നത്തേക്ക് അവസാനിപ്പിക്കും. അതിനുശേഷം ചീഫ് സെക്രട്ടറി അടക്കമുള്ള സംഘാംഗങ്ങൾ, MLAമാർ, മന്ത്രിമാർ എന്ന എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് യോഗം നടത്തും. നാളത്തെ രക്ഷാപ്രവർത്തനം ഏത് രീതിയിൽ വേണമെന്നതിനെ സംബന്ധിച്ചായിരിക്കും യോഗം നടത്തുക. മുണ്ടക്കൈയിൽ ഇനി 7 മൃതദേഹങ്ങൾ കൂടി കണ്ടിട്ടുണ്ട്, പക്ഷേ അത് പുറത്തെടുക്കാനാവാത്ത സാഹചര്യമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നാളേക്ക് കൂടുതൽ ഉപകരണങ്ങൾ കൊണ്ടുവന്ന്, കോൺക്രീറ്റ് കട്ട് ചെയ്യുന്ന മെഷീൻ അടക്കം കൊണ്ടുവന്ന് ആ കോൺക്രീറ്റ് മുറിച്ചെടുത്ത് ആ മൃതദേഹങ്ങൾ കൂടി പുറത്തെത്തിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശേഷം കുടുങ്ങിക്കിടക്കുന്ന മുഴുവൻ ആളുകളെയും പുറത്തെത്തിച്ചിരിക്കുന്നു. എല്ലാവരെയും സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്ന സമാധാനപൂർവ്വമായ വാർത്തയാണ് വരുന്നത്. ബാക്കിയുള്ള കുറച്ച് ആളുകൾ ഇവിടെ ഒരു റിസോർട്ടിൽ തുടർന്നുകൊള്ളാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആ റിസോർട്ട് സുരക്ഷിതമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ അവിടെ നിന്ന് പോരേണ്ടതില്ല എന്ന് അറിയിച്ചതിനെ തുടർന്ന് അവരിപ്പോൾ അവിടെ നിന്ന് പോരുന്നില്ല. സൈന്യം നിർമ്മിച്ച താൽക്കാലിക പാലത്തിലൂടെയാണ് മുണ്ടക്കൈ ഭാഗത്തു നിന്നുള്ള ആളുകളെല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. ഏതായാലും സൈന്യവും NDRFും പോലീസും ഫയർഫോഴ്സും തന്നെയാണ് ഇപ്പോൾ ബോഡിയും റിക്കവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. നാട്ടുകാരുടെ സേവനം എടുത്തു പറയാതെ വയ്യ. നിരവധിയായ നാട്ടുകാർ അഹോരാത്രം അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടാണ് ഈ രക്ഷാദൗത്യം പൂർണ്ണമാക്കാൻ കഴിയുന്നത് എന്നത് ഉറപ്പാണ്. ആ ഒരു രക്ഷാദൗത്യം പൂർണ്ണമാകുന്നു എന്നുള്ളത് വലിയൊരു സമാധാനം കൂടിയാണ് കേരളത്തിന് ഉണ്ടാകുന്നത്. കാരണം ഒരു പകൽ കവർന്നെടുത്തത് 120-ലേറെ ജീവൻ, അത്രയും ആളുകളുടെ വീടുകൾ, അവരുടെ ജീവിതമാർഗ്ഗങ്ങൾ, ഇതൊക്കെയാണ്. അത് എത്രയും പെട്ടെന്ന് നമുക്ക് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ, എല്ലാ പ്രശ്നങ്ങളും അല്ലെങ്കിലും ഒരു വലിയ വിധത്തിലുള്ള പ്രശ്നങ്ങൾ, കുടുങ്ങിക്കിടന്ന 7 ബോഡി ഒഴിച്ച് ബാക്കി മുഴുവൻ ബോഡികളും പുറത്തെത്തിക്കാൻ കഴിഞ്ഞതടക്കം, മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതടക്കമുള്ള കാര്യങ്ങൾ സന്തോഷം പകരുന്നത് തന്നെയാണ്. ഏതായാലും അവസാന ബാച്ച് മൃതദേഹങ്ങൾ കൂടി വന്നതിന് ശേഷം NDRFും സൈന്യവും രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കും. അരുൺ.
ഏറെ ആശ്വസിക്കാവുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തുന്നത്. രാവിലെ മുതൽ ആശങ്കയോടുകൂടി തുടർച്ചയായിട്ടുള്ള റിപ്പോർട്ടിൻ്റെ തത്സമയ സംപ്രേഷണം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നിർണായക ഘട്ടത്തിലെത്തിയിരിക്കുന്നു. ജീവനോടെ ആ പ്രദേശത്തുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും നമുക്ക് ഇപ്പോൾ ചൂരൽമല ടൗണിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ആകെ ഈ മുണ്ടകൈ ഭാഗത്ത് അവശേഷിച്ചിരിക്കുന്നത് 11 പേർ മാത്രമാണ്. അവർ അവിടെ ഒരു റിസോർട്ടിലാണുള്ളത്, സേഫായിട്ട് ഇരിക്കുന്നു എന്നാണ് അവർ ഇപ്പോൾ MLA അറിയിച്ചിരിക്കുന്നതും ഒപ്പം ആർമിയെ അറിയിച്ചിരിക്കുന്നതും. അതുകൊണ്ട് നാളെ ഇനി എന്തെങ്കിലും പ്രതികൂല കാലാവസ്ഥയാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നുവെങ്കിൽ എയർലിഫ്റ്റിങ്ങിനെ കുറിച്ച് ആലോചിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതല്ലെങ്കിൽ നാളെ രാവിലെ അവരെ മറുകരയിലേക്ക് എത്തും. ഇന്ന് മഴ പെയ്യാതിരിക്കണം എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇനി 7 ഡെഡ് ബോഡികൾ മാത്രമാണ് ഈ മുണ്ടകൈ ഭാഗത്തുള്ളത്. ചൂരൽമല പല ഭാഗത്തും ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഏറെക്കുറെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. ഒരു പകൽ മുഴുവൻ നീണ്ട വളരെ സംയുക്തമായിട്ടുള്ള ഊർജിതമായ രക്ഷാപ്രവർത്തനത്തിൻ്റെ അവസാന നിമിഷങ്ങളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഏറെ ആശ്വസിക്കാവുന്നൊരു കാര്യം, ഇനി ആരും മണ്ണിനടിയിൽ ആ ഭാഗത്ത് മുണ്ടകൈ ഭാഗത്ത് കുടുങ്ങിക്കിടപ്പില്ല എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. പ്രാദേശികമായും ആളുകൾ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്.